ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. അപ്പം അതുപോലെ കഥാസാഗരമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ നിന്നുള്ളൊരു മുത്തച്ഛി കഥയാണ്. കേരളത്തിലെ മുത്തച്ഛി കഥകൾ KN കുട്ടി എഴുതിയൊരു പുസ്തകമുണ്ട്, അതിനകത്ത് നിന്ന് എടുത്തൊരു കഥയാണ്. അപ്പോൾ കഥ എങ്ങനെയാണ്? കഥ ഞാൻ പറഞ്ഞു കേരളത്തിൽ നടന്ന ഒരു കഥയാണെന്ന്, കേരളത്തിലെ ഒരു മുത്തച്ഛി കഥയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ പണ്ട് വളരെ പണ്ട് നമ്മുടെ കേരള നാട്ടിൽ ഒരു മുത്തച്ഛി ഉണ്ടായിരുന്നു. ആ മുത്തച്ഛിക്ക് 5 ആൺമക്കളായിരുന്നു. 5 പേരും ഒരേ ഛായയുള്ളവർ, അതായത് ഒരേപോലെ ഇരിക്കുന്നവർ. മുത്തച്ഛിക്ക് മാത്രമേ മക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മൂത്തവൻ ഏത് കടലും വായ്ക്കകത്താക്കും. ഒരു ദിവസം അവൻ കൂട്ടുകാർക്കൊപ്പം കടൽ തീരത്ത് കളിക്കുകയായിരുന്നു. കടൽ വെള്ളം മുഴുവൻ അവൻ വായിലെടുത്തു. ആ സമയം കടൽ തീരത്ത് കളിച്ചിരുന്ന മറ്റു കുട്ടികളെല്ലാം കടലിനടിയിൽ കളിച്ചു തിമിർത്തു. വായ് തുറന്നതും കടൽ പഴയ പടിയായി. കുട്ടികളെല്ലാം കടലിൽ മുങ്ങിച്ചത്തു. ആ കുട്ടികളുടെ അച്ഛനമ്മമാർ ഈ വിവരമറിഞ്ഞു. അവർക്ക് സങ്കടവും കോപവും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ മക്കളെ കൊന്നവനെ കൈയോടെ പിടികൂടി ന്യായാധിപന്റെ മുന്നിൽ ഹാജരാക്കി. ന്യായാധിപൻ ശിക്ഷ വിധിച്ചതിങ്ങനെ: ഇവന്റെ തല വെട്ടിക്കളയുക. നോക്കൂ, എനിക്കൊരു അപേക്ഷയുണ്ട്, പറയൂ. ന്യായാധിപൻ ആജ്ഞാപിച്ചു. പ്രായമായ എൻ്റെ മുത്തച്ഛിയെ കണ്ട് യാത്ര പറയണം, നാളെ തന്നെ തിരിച്ചു വരാം. ന്യായാധിപൻ സമ്മതിച്ചു. തിരിച്ചു വന്നത് 2ാമത്തെ സഹോദരനായിരുന്നു കേട്ടോ. ഈ സഹോദരൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആയുധങ്ങൾ കൊണ്ട് മുറിപ്പെടുത്താൻ സാധിക്കാത്തവനായിരുന്നു 2ാമൻ. ശിക്ഷ നടപ്പാക്കാനുള്ള സമയമായി. ചന്തസ്ഥലം മുഴുവൻ ജനക്കൂട്ടം. പട്ടാളക്കാർ കുറ്റവാളിയെ കൊണ്ടുവന്നു. മൂർച്ചയുള്ള വാൾ അവൻ്റെ കഴുത്തിലൂടെ പാഞ്ഞു. എന്നാൽ എന്ത് സംഭവിച്ചുവെന്നോ? പട്ടാളക്കാരുടെ വാളിൻ്റെ വായ്ത്തല ചുളുങ്ങിപ്പോയി. ഇവനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുക, ന്യായാധിപൻ ആജ്ഞാപിച്ചു. നിങ്ങൾ ശിക്ഷ നടപ്പാക്കിക്കൊള്ളൂ, പക്ഷേ എൻ്റെ മുത്തച്ഛിയോട് യാത്ര ചോദിക്കാൻ അനുവാദം തരണം. ന്യായാധിപൻ സമ്മതിച്ചു. 3ാമത്തെ സഹോദരനാണ് പിന്നീട് തിരിച്ചു വന്നത്. ഈ സഹോദരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലുകൾ യഥേഷ്ടം നീട്ടാൻ സാധിക്കുമായിരുന്നു. കാലുകൾ യഥേഷ്ടം നീട്ടാൻ കഴിയുന്ന അവനെ പട്ടാളക്കാർ ഒരു തോണിയിൽ കയറ്റി കടലിൻ്റെ ഏറ്റവും ആഴമുള്ള ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. അവനെ കടലിൽ താഴ്ത്തേണ്ട സമയം അവൻ ആ കാലുകൾ നീട്ടി വെള്ളത്തിൻ്റെ മുകളിൽ തലയുയർത്തി. വിടരുത് അവനെ, അവനെ ജീവനോടെ തീയിലിടണം, ന്യായാധിപൻ വിളിച്ചു പറഞ്ഞു. വിധി നടപ്പിലാക്കുന്ന ദിവസം വന്നു. ഇത്തവണയും മുത്തച്ഛിയുടെ അരികിൽ പോകാൻ അനുവാദം ചോദിച്ചു. ന്യായാധിപൻ അനുവദിക്കുകയും ചെയ്തു. അടുത്തത് 4ാമത്തവൻ്റെ ഊഴം. 4ാമത്തവന് തീയൊരു പ്രശ്നമേ അല്ല. അവനെ പടയാളികൾ തീക്കുണ്ടത്തിലേക്കിട്ടു. അവന് തീയേറ്റിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തീയിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു: ഹായ്, നല്ല സുഖം. നാട്ടുകാരുടെയും ന്യായാധിപന്റെയും കോപം ഇരട്ടിച്ചു. അവസാനം ന്യായാധിപൻ വിളിച്ചു പറഞ്ഞു: ഇവനെ ജീവനോടെ കുഴിച്ചു മൂടുക. നോക്കൂ, അവസാനത്തെ ഒരു ആഗ്രഹമാണ്, എൻ്റെ മുത്തച്ഛിയെ ഒന്ന് കണ്ടുവരട്ടെ. ന്യായാധിപൻ അനുവാദം കൊടുത്തു. തിരിച്ചു വന്നത് ഏറ്റവും ഇളയവൻ. അവന് ദിവസങ്ങളോളം ശ്വാസം കഴിക്കാതെ ജീവൻ നിലനിർത്താൻ കഴിയും. തിരിച്ചു വന്ന 5ാമനെ പട്ടാളക്കാർ വലിയൊരു കുഴിയിലിട്ട് മൂടി. കാവലിനായി കുറേ പട്ടാളക്കാരും നിന്നു. പട്ടാളക്കാർ കുഴിയരികിൽ നിന്ന് മാറിയപ്പോൾ അവൻ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എടോ, നിന്നെ കൊല്ലാൻ പല മാർഗങ്ങളും നോക്കി, എല്ലാം നീ പരാജയപ്പെടുത്തി. അതിനർത്ഥം നീ നിരപരാധി എന്നാണ്. നീ നിന്റെ മുത്തച്ഛിയുടെ അടുത്തേക്ക് തിരിച്ചു പോയിക്കോളൂ. ന്യായാധിപൻ അവനെ വിട്ടയച്ചു. അവൻ വിജയശ്രീലാളിതനായി സഹോദരന്മാരുടെ അരികിലെത്തി. മക്കളുടെ ഐക്യം കണ്ട മുത്തച്ഛിയുടെ മനസ്സ് നിറഞ്ഞു. ഇത്രയുമാണ് കഥ. ചെറിയൊരു കഥ അല്ലേ? വളരെ പെട്ടെന്ന് തീർന്നു.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വെറും ഒരു മുത്തച്ഛി കഥയാണ്. കഥകളിൽ മാത്രം കേൾക്കുന്ന ഒരു ഇതിവൃത്തം. ഇങ്ങനെ ഒരു കഥ എന്തായാലും സംഭവിച്ചു കാണത്തില്ല. വിചിത്രമായ കഥ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഓരോന്ന് തോന്നിക്കാണും. ഓരോ അർത്ഥതലങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിക്കാണ്. വെറുതെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് തോന്നും ഇത് ജീവിത പ്രതിസന്ധികളെക്കുറിച്ച് പറയുകയാണ്. ഓരോ പ്രതിസന്ധിക്കും വ്യത്യസ്ത മുഖമാണ്. നേരത്തെ കടന്ന ഒരു പ്രതിസന്ധി ആയിരിക്കില്ല നമുക്ക് പിന്നെ വരുന്നത്. ഓരോ പ്രതിസന്ധിക്കും കാഠിന്യത്തിൻ്റെ അളവ് കൂടുതലായിരിക്കാം, കുറവായിരിക്കാം, അതിൻ്റെ രീതികൾ വേറെ ആയിരിക്കാം, അത് വളരെ വ്യത്യസ്തമായിരിക്കാം. അത് നേരിടേണ്ട രീതിയും വ്യത്യസ്തമായിരിക്കാം. ഓരോ ദിനരാത്രവും കടന്നു പോകുന്നത് ഇങ്ങനെ ഇത്തരം പ്രതിസന്ധികളിലൂടെയാണ്. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോ പ്രതിസന്ധിക്കും അതിൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. അത് മനസ്സിലാക്കുക, അതാണ് വളരെ പ്രധാനം. ഒരു പ്രതിസന്ധിയെ നേരിട്ട രീതിയിലല്ല വേറൊരു പ്രതിസന്ധി നേരിടേണ്ടത്. ഭിന്നമായ രീതി, ഭിന്നമായ പാതയും നമ്മൾ സ്വീകരിക്കേണ്ടി വരും. നമ്മുടെ സമൂഹത്തിലല്ലേ വ്യത്യസ്തമായ ഓരോ രോഗങ്ങൾ കടന്നു വരുന്നില്ലേ? ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന ബ്രെയിൻ ഫീവർ അല്ലേ, നേരത്തെ കോവിഡ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ അസുഖങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. നമ്മൾ ഈ അസുഖങ്ങളെയൊക്കെ ഒരു മരുന്ന് കൊണ്ടാണോ നമ്മൾ ചികിത്സിക്കുന്നത്? വ്യത്യസ്തമായ രീതികളും മരുന്നുകളും ചികിത്സാ പദ്ധതികളും ഒക്കെ ആവശ്യമാണ്. മരുന്നിൻ്റെ കാഠിന്യവും അതനുസരിച്ചിരിക്കും, കൂടിയും കുറഞ്ഞുമൊക്കെ ഈ രോഗത്തിൻ്റെ തീവ്രതയും ഒക്കെ അനുസരിച്ചിരിക്കും. അത് തന്നെയാണ് ഈ പ്രതിസന്ധികളുടെയൊക്കെ കാര്യവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മൃഗങ്ങളും ഇത്തരം പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഒരു 6 വർഷത്തിനിടയിൽ കേരളത്തിലെ വനങ്ങളിൽ നിന്ന് കാണാതായത് 4313 ആനകളെയാണ്. ഞാൻ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ചതാണ്. ഈ ആനകൾ ചരിഞ്ഞതാണെന്നോ മറ്റെവിടെയെങ്കിലും കുടിയേറിയതാണെന്നോ ഒന്നും വനം വകുപ്പിന് ഒരു നിശ്ചയവുമില്ല, അതായത് ഒരു കണക്കുമില്ല എന്നുള്ളതാണ് കാര്യം. എന്നാൽ നമ്മൾ വിചാരിക്കും ഇതങ്ങാണ് അടുത്ത സംസ്ഥാനത്ത് പതുക്കെ നടന്നങ്ങാണ് വഴിതെറ്റിപ്പോയതായിരിക്കും. അതിൻ്റെ ലക്ഷണമൊന്നും കാണാനില്ല. അതെന്താണ്? ഈ പറയുന്ന കണക്ക് ഇവിടെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള, ഇവിടെ കാണുവാനില്ലാത്ത ആനകൾ അല്ലെങ്കിൽ ആ ആനകളുടെ എണ്ണം അപ്പുറത്തെ അല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അതിനനുസരിച്ചുള്ള വർധനവ് ഉണ്ടായിട്ടില്ല. അവിടെ ആ വർധനവ് കാണിക്കണമല്ലോ, അതുണ്ടായിട്ടില്ല. അപ്പോൾ ഈ അവസാനം നമ്മുടെ കേരളത്തിലെ വനംവകുപ്പ് പുറത്തുവിട്ട കണക്കനുസരിച്ച് കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണം 1723 കഴിഞ്ഞ വർഷത്തേക്കാൾ 197 എണ്ണം കുറവ്. എന്നാൽ കാട്ടാനകളുടെ എണ്ണം സംബന്ധിച്ച ആധികാരിക രേഖയായ കേന്ദ്രം വന പരിസ്ഥിതി മന്ത്രാലയം 2017 നടത്തിയ കണക്കെടുപ്പിൻ്റെ രേഖകൾ 2020 പ്രസിദ്ധീകരിച്ചതനുസരിച്ച് കേരളത്തിൽ കാട്ടാനകളുടെ എണ്ണം 5706. ഇതേ കാലത്ത് സംസ്ഥാന വനംവകുപ്പിൻ്റെ കണക്കെടുപ്പിൽ കേരളത്തിൽ 6036 കാട്ടാനകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതും ഇന്നലെ പുറത്തുവിട്ട കണക്കും ഇതും അവസാനം പുറത്തുവിട്ട കണക്കും തമ്മിലുള്ള വ്യത്യാസമാണ് 4313. അപ്പോൾ ഇപ്പോൾ കണക്കെടുക്കാൻ കാരണം എന്താണ്? കാട്ടാനകളുടെ എണ്ണം പെരുകി, അതുകൊണ്ട് അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, അതിൻ്റെ അതിക്രമങ്ങൾ, കൃഷിനാശം തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴാണ് സർക്കാർ കണക്കെടുത്തത്. അപ്പോഴാണ് ഈ വ്യത്യാസം മനസ്സിലായത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ പ്രോജക്റ്റ് എലിഫൻറ്റ് ഡിവിഷൻ്റെ കണക്കുകൾ പ്രകാരം 1993 കേരളത്തിൽ 3500 ആനകളുണ്ടായിരുന്നു. കർണാടകത്തിൽ 5500, തമിഴ്നാട്ടിൽ 2307 എന്നതായിരുന്നു ആന എണ്ണം. 2007 കേരളത്തിലെ ആനകൾ 6068. 2012 അത് 5942, 2017 5706 ആയിരുന്നു. 2017 ദേശീയ തലത്തിൽ ആന വളർച്ച 17% കേരളത്തിൽ
63% എന്നായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ പ്രോജക്റ്റ് എലിഫൻ്റ് ഡിവിഷൻ കണക്കെടുപ്പ്. ഇതാണിപ്പോൾ വല്ലാതെ കുറഞ്ഞു പോയത്. 2017 ആനകളുടെ പിണ്ഡം അടിസ്ഥാനമാക്കി സംസ്ഥാന വനം വകുപ്പ് നടത്തിയ കണക്കെടുപ്പിൽ 6036 ആനകളുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. ഇതേ രീതിയിലുള്ള കണക്കെടുപ്പിൽ 2023 ആനകളുടെ എണ്ണം 2386 കുറഞ്ഞു. കാട്ടിൽ ചരിയുന്ന ആനകൾക്കും വനവകുപ്പിൻ്റെ കയ്യിൽ കണക്കുണ്ടാകണമെന്നാണ് നിയമം. കാട്ടിൽ ചരിയുന്ന ആനകൾക്കും വനം വകുപ്പിൻ്റെ കയ്യിൽ കണക്കുണ്ടാകണമെന്നായിരുന്നു നിയമം. കൊമ്പനാനകളാണെങ്കിൽ അവയുടെ കൊമ്പിന് കണക്ക് വേണം. എന്നാൽ 6 വർഷത്തിനിടയിൽ 4313 ആനകൾ കുറഞ്ഞിട്ടും ഈ വനം വകുപ്പിന് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല, ഇതിനെക്കുറിച്ചൊന്നും ഒരു കണക്കുമില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈയിടയ്ക്ക് ഒരു വെബ് സീരീസ് ഉണ്ട്, പോച്ചർ എന്നാണ് എൻ്റെ പേര്. നമ്മുടെ മലയാളം ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നിമിഷ ഉൾപ്പെടെയുള്ള. നിമിഷയായിരുന്നു എൻ്റെ നായിക. ഒരു നായിക പ്രാധാന്യമുള്ള ഒരു വെബ് സീരീസായിരുന്നു. ആനവേട്ടക്കാരുടെ കഥയാണ്. ആനവേട്ട നടത്തി കൊമ്പുകൾ മോഷ്ടിച്ച് കടത്തുന്നവരുടെ കഥ. പലപ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ പിടിയിലാവാറില്ല. അതായത് ഈ കൊമ്പുകളൊക്കെ വാങ്ങിച്ച് അത് വൻകിട മുതലാളിമാർക്ക് ശില്പങ്ങളായിട്ടൊക്കെ മാറ്റി, അല്ലെങ്കിൽ കൊത്തുപണിയൊക്കെ ചെയ്ത് ആനശില്പങ്ങൾ, അല്ലേ, ആനക്കൊമ്പോടുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന വൻകിട മുതലാളിമാർ, അല്ലേ, അവരൊന്നും പിടിയിലാകാറില്ല. പലപ്പോഴും ഈ വേട്ടയ്ക്കിറങ്ങുന്ന ആൾക്കാർ ആണ് പലപ്പോഴും പിടിയിലാവുന്നത്. അതൊക്കെ ആ വെബ് സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കാണുന്നവർക്ക് മനസ്സിലാവും. ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആ വെബ് സീരീസിൻ്റെ കഥ ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കണക്കുകൾ കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് പറയണമെന്നും തോന്നി. ഇത് വേട്ട നടത്തി കൊമ്പ് എടുക്കുന്ന ആൾക്കാരല്ല യഥാർത്ഥ കുറ്റവാളികൾ, അല്ലേ. അതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢസംഘമുണ്ട്, വൻകിട മുതലാളിമാരുണ്ട്. അവരുടെ അടുത്തോട്ടൊന്നും പലപ്പോഴും നിയമത്തിൻ്റെ കൈകൾ എത്താറില്ല. അതും കൂടിയൊക്കെ നമുക്ക് ഈ വെബ് സീരീസിലൂടെ മനസ്സിലാക്കും. വളരെ സാഹസികമാണ് അവരിലൊക്കെ എത്തപ്പെടുക എന്നുള്ളത്. വലിയ പോരാട്ടമാണ്, ജീവൻ ത്യജിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ്. എന്തായാലും ഈ ആനകൾ എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കണക്കില്ലാത്ത ഈ ആനകൾ എവിടേക്ക് പോയി? ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.